ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നോമ്പിനൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇത്. അപ്പോൾ നോമ്പിൻ്റെ സമയത്തും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് പറയണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു മസാല റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തിട്ടാണ് മസാല ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ വേവിച്ചിട്ട് മസാലയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നമുക്ക് എത്ര മസാലയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ചിക്കൻ എടുത്ത് കൊടുത്താൽ മതി. ഒരു 200 ഗ്രാമോ 150 ഗ്രാമോ ഒക്കെ എടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ഇപ്പോൾ കുറവ് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മളിതിൽ 1-2 സാധനങ്ങൾ കൂടി ഉപ്പുള്ളതാണ് ചേർക്കണത്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മയോണൈസ്, അതായത് ചില്ലി ഫ്ലേക്സ് മയോണൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് മയോണൈസ് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ചിക്കന് കൊടുക്കുക. അപ്പോൾ ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റായിരിക്കും നമ്മുടെ ചിക്കന് കിട്ടുക. അപ്പോൾ ഈ മയോണൈസിലും സോസിലും ഒക്കെ ഉപ്പിൻ്റെ ഇതുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് കുറവ് ചേർത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. ഇപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമില്ലെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് വേവിച്ചെടുത്താലും മതി. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ വറുക്കാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു വലിയ സൈസ് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ആ ചൂടോട് കൂടി തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ഫോർക്ക് വെച്ചിട്ടാണ് പൊടിച്ചെടുക്കണത്. നിങ്ങളുടെ കയ്യിൽ പൊട്ടാറ്റോ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ചൂടോട് കൂടി തന്നെ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറണ വരയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള നന്നായിട്ട് വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് കുറച്ച് മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത്ര മതി. നമുക്ക് സവാള ഒന്ന് കടിക്കാൻ കിട്ടണം, നന്നായിട്ട് വഴണ്ട് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ക്യാബേജ് കനം കുറച്ച് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ നീളനെയാണ് ക്യാബേജ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വാടി കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു ക്രഞ്ചിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇത് റെഡിയാക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൊടികൾ മാത്രമാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളകിൻ്റെയും എരിവ് മാത്രമാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് പോട്ടെ, അതുവരയ്ക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ചിക്കൻ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല. നമുക്ക് ആവശ്യമുള്ള ചിക്കൻ മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് കൂടുതൽ ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇപ്പോൾ ഈ മസാലയുടെ ടേസ്റ്റ് നോക്കുക. അതിനനുസരിച്ച് നമുക്കിതിൽ ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പും മുളകൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ മുളകിൻ്റെ പോരായി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 കോഴിമുട്ട ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുട്ട നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ എണ്ണത്തിനനുസരിച്ച് മുട്ടയുടെ അളവിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം ഞാനിവിടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രെഡ് ക്രംസിൽ ഒറിഗാനോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലൊരു സ്ലൈസ് ബ്രെഡിൽ ഞാൻ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറ്റേ സ്ലൈസ് ബ്രെഡിൽ ഞാൻ ചില്ലി ഫ്ലേക്സ് മയോണൈസ് അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ടുള്ള ഒരു മയോണൈസാണ് ഞാനിപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം വേറെ ഏത് മയോണൈസ് വേണമെങ്കിലും ഗാർലിക് മയോണൈസോ ഒക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ ചില്ലി ഫ്ലേക്സിൻ്റെ മയോണൈസ് സ്പ്രെഡ് ചെയ്ത സ്ലൈസിൽ കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ്. ചിക്കൻ്റെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വരണ രീതിയിൽ ഇത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ്സ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മയോണൈസ് ഉള്ള കാരണം അത് പുറത്തേക്ക് പോരുമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഇരുന്നോളും. ഇനി നമ്മൾ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്തിട്ടുള്ള സ്ലൈസ് ഇതിന്മേൽ മൂടി നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. കൈ കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് ഇത് 4ആയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഒരു ബോക്സ് പോലെ നമുക്ക് ഓരോ പീസ് കിട്ടി. ഇപ്പോൾ ഇനി നമുക്കിത് മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് ക്യാമറ ഓഫായി പോയി എന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാനൊരു ബോക്സ് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസിൽ. ഇതുപോലെ നമുക്ക് മറ്റേ ബോക്സുകളൊക്കെ ചെയ്തെടുക്കാം.
അപ്പം നമ്മൾ ഒരു ബോക്സ് ഫില്ല് ചെയ്തത് എടുക്കുക. അത് ആദ്യം തന്നെ മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കുക. അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ അത് നന്നായിട്ട് അത് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വിടവുള്ള ഭാഗത്തൊക്കെ നല്ലോണം ബ്രെഡ് ക്രംസ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലാ ഭാഗവും ഫില്ല് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിങ്സ് ഒന്നും പുറത്തേക്ക് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ വരില്ല. നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഇതേപോലെ നമുക്ക് എല്ലാ ബോക്സും റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ ബോക്സും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് ഓയിൽ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൻ്റെ കുറച്ച് താഴെയായിട്ട് വെച്ചിട്ട് നമുക്ക് ഈ ബ്രെഡ് ബോക്സൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബ്രെഡ് ബോക്സുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.